ഒരാള് കുറ്റം ചെയ്തോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി അയാളെ 15 വർഷം ഫോളോ ചെയ്യാൻ ആളെ അയക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിക്കന്ദർ കാ മുക്കദ്ദർ എന്ന സിനിമയുടെ പ്ലോട്ടാണ്. ഒരു ഡയമണ്ട് എക്സിബിഷൻ നടക്കുന്നിടത്ത് നിന്നും 60 കോടി വില വരുന്ന ഡയമണ്ട്സ് മോഷണം പോകുന്നു. ഈ ഡയമണ്ട്സ് മോഷണം പോയതിനു ശേഷം അവിടെ ഒരു പോലീസ് അന്വേഷിക്കാനായി എത്തുന്നു. 3 പേരെ സസ്പെക്ട്സ് ആയി കണ്ടിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ്. എന്തിനാണ്? ഇവരാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കാൻ വേണ്ടി മാക്സിമം ടോർച്ചർ ചെയ്തിട്ടും ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ പറയുന്നത് എടുത്തിട്ടില്ല എന്ന് മാത്രമാണ്. ലാസ്റ്റ് എങ്ങനെയൊക്കെ കോടതി ഇവരെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ സിക്കന്ദറിനെയാണ് പോലീസിന് കൂടുതൽ ഡൗട്ട്. അതുകൊണ്ട് തന്നെ 15 വർഷം അയാളെ ഫോളോ ചെയ്യുകയാണ്. മാക്സിമം അയാളെ ടോർച്ചർ ചെയ്യുകയാണ്. സാമ്പത്തികമായി ഞെരുക്കുന്നു, ഫിനാൻഷ്യലി അയാളെ ബുദ്ധിമുട്ടിലാക്കും. എന്നാലൊന്നും ഇയാൾ ഡയമണ്ട് എടുക്കുകയോ ഇയാൾ വിൽക്കുകയോ ഒന്നും ചെയ്തില്ല. ഇനി ആരാണ് ഈ ഡയമണ്ട് എടുത്തത്?